അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു തആല നമ്മെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയെ പൂർണ്ണമായിട്ട് അനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുകയും അവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് ജീവിച്ച് ഒരു നല്ല ഒരാളായിട്ട് മാറുക. ആ ആളോടാണ് അള്ളാഹു തആലാക്ക് വലിയ ഇഷ്ടം. കാരണം ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദുന്യാവിക ജീവിതം അല്ല, പരലോക ജീവിതമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ദുന്യാവിക ജീവിതം എന്ന് പറയുന്നത് നൈമിഷികമാണ്, വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു ജീവിതം മാത്രം. ഒരു കുറഞ്ഞ കാലം. നമ്മളിപ്പോൾ ഒരു ബസ് കാത്തു നിൽക്കുമ്പോൾ, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വിദേശ നാടുകളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വിമാനത്താവളത്തിൽ, എയർപോർട്ടിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നമ്മളവിടെ വിമാനം വരുന്നത് കാത്തിരിക്കുകയാണ് എന്ന പോലെയാണ് നമ്മുടെ ദുന്യാവിലുള്ള ജീവിതം. നമ്മുടെ ലക്ഷ്യം, അതാ ഒരു യാത്രക്കാരൻ ലക്ഷ്യം ബസ് സ്റ്റോപ്പിൽ ഇരിക്കലല്ല, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കലല്ല, വിമാനത്താവളത്തിൽ ഇരിക്കലല്ല. ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ഉള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ അതിൽ മതിമറന്നുകൊണ്ട് നമ്മളതിൽ ആരും ലയിച്ചു ചേരാറില്ല. നമ്മൾ കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കും. ചിലപ്പോൾ നമ്മൾ ചായയോ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നിർവഹിക്കും എന്നല്ലാതെ അവിടങ്ങളിൽ നമ്മൾ പൂർണ്ണമായും ലയിച്ച് ചേരാറില്ല. കാരണം നമ്മുടെ ലക്ഷ്യം, നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ആ സ്ഥലമാണ് നമ്മുടെ ലക്ഷ്യം. ബസ് കയറി പോകുന്നതും ട്രെയിൻ കയറി പോകുന്നതും വിമാനം കയറി പോകുന്നതൊക്കെ നമ്മൾ ആ ലക്ഷ്യസ്ഥാനം അതാണ്. എന്ന പോലെ ഒരു മുസ്ലിമിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ നിർവചിച്ചത്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുന്യാവ് എന്ന് പറയുന്നത് ആഖിറമാകുന്ന അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട്, വിഭവങ്ങളെ ശേഖരിക്കേണ്ട ഒരു സ്ഥലമാണ്, കൃഷിസ്ഥലമാണ്. മസ്റഅത്ത് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലമാണ്. കൃഷി ചെയ്യുന്ന ആളുടെ ലക്ഷ്യം കൃഷിസ്ഥലത്ത് നിലകൊള്ളലല്ലോ. അയാൾ എന്തെങ്കിലും കൃഷി അവിടെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അയാളത് അവിടെ കൃഷി ചെയ്ത വസ്തു അയാൾ മാർക്കറ്റുകളിൽ, അങ്ങാടികളിൽ കൊണ്ടുപോയി വിൽക്കലാണ് അയാളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അയാളെ വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷിക്കലാണ് ലക്ഷ്യം. കൃഷിസ്ഥലത്ത് താമസിക്കലല്ല നമ്മുടെ ലക്ഷ്യം. എന്ന പോലെ
ഈ ദുന്യാവിക ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് കുറഞ്ഞ കാലത്തേക്കുള്ളതാണല്ലോ. പക്ഷെ മനുഷ്യർ ഈ കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതത്തിൽ മതിമറന്ന് ആർത്ത് ഉല്ലസിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്തെന്നും ജീവിക്കുമെന്നുള്ള ഒരർത്ഥത്തിൽ മനുഷ്യന്മാരവരുടെ ആ സമ്പാദ്യങ്ങളെ ഒക്കെ അങ്ങനെ ആക്കുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അങ്ങനെ ആകാൻ പറ്റുകയില്ല. കാരണം സൂറത്തുൽ ഹുമസയിൽ അള്ളാഹു പറഞ്ഞു, യക്സബു അന്ന മാലഹു അഖ്ലദ, ഈ സമ്പത്ത് എന്നെന്നും ഇവിടെ ഉണ്ടാകും, അവനെ ശേഷിപ്പിക്കുമെന്ന് അവൻ വിചാരിക്കുകയാണ്. അതൊരു ശരിയല്ല, ബുദ്ധിമാന്മാർക്ക് യോജിച്ചതല്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളെ നാം ധാരാളമായിട്ട് ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. അല്ലാഹു റസൂൽ സഹാബത്തിനോടൊരു പ്രാവശ്യം ചോദിച്ചു, അലാ ദുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിൽ ഖത്വയ, ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മാത്രമല്ല വയർഫഉ ബിഹി ദർജാത്ത്, നിങ്ങളെ പദവികൾ ഉയരുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇസ്ബാഉൽ ഉളൂഇ അലൽ മക്കാരി, വെറുക്കപ്പെട്ട സമയങ്ങളിൽ ഉളു പൂർണ്ണമായിട്ടും ചെയ്യുക. ഉളുവിൻ്റെ മുഴുവൻ സുന്നത്തുകൾ നിർവഹിക്കുക. ഒന്ന്, വെറുക്കപ്പെട്ട സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പോലും പൂർണ്ണമായും ഉളു ചെയ്യുക. രണ്ടാമത്തേത് വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നിങ്ങൾ നടത്തം അധികരിപ്പിക്കുക. മൂന്നാമത് വന്തിലാറുസ്വലാത്തി ബഅദസ്വലാ, അൽഹംദുലില്ലാഹ്, നിസ്കാരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ബഅദസ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം. ഈ മൂന്ന് കാര്യം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ദോഷം പൊറുക്കാനും പരലോകത്ത് നമ്മുടെ പദവി ഉയരാനും ഒരു വഴി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഫദാലിക്കുമുർ റിബാജ്, ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചെയ്യണേ. നിങ്ങളത് വലിയൊരു ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്, വലിയൊരു കാര്യമാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. ഇങ്ങനെ നല്ല കാര്യങ്ങളുമായിട്ട് ജീവിതത്തെ ധന്യമാക്കി നല്ല ഒരു ജീവിതം നയിച്ച് നല്ല ഒരു മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടെ മുസ്ലിം ജീവിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.